ലേൺ വൈസിന്റെ എല്ലാ ലേണേഴ്സിനും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കോഴ്സിന്റെ പേര് ബയോഡൈവേഴ്സിറ്റി, മൈക്രോബ്സ്, ആൽഗെ, ഫംഗെ ആൻഡ് ആർക്കിഗോണിയറ്റ്സ്. കോഴ്സിന്റെ കോഡാണ് BBYCT131. പ്രധാനപ്പെട്ട ടോപ്പിക് ബയോഡൈവേഴ്സിറ്റി എന്നതാണ്. സോ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വാക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലെ? ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ മലയാളത്തില് ജൈവ വൈവിധ്യം എന്നാണ് പറയുന്നത്. ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: വെറൈറ്റീസ് ഓഫ് സ്പീഷീസിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഫിഷസ്, ഇതൊക്കെ ഒരു ടൈപ്പ് വെച്ചിട്ടാണ് ഉള്ളത്? അല്ലെങ്കിൽ ഒരു ടൈപ്പ് പ്ലാന്റ് മാത്രമേ അല്ലെങ്കിൽ ആനിമൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ? ഇല്ല അല്ലെ? നമുക്ക് അറിയുന്നതും അറിയാത്തതും അതുപോലെ തന്നെ ഇതുവരെ കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പൊ അത്രയ്ക്ക് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ് നമ്മുടെ നേച്ചർ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നേച്ചറിൽ തന്നെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. പറയുവാണെങ്കിൽ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഓഷ്യന്റെ ബോട്ടം പാർട്ട് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടൊക്കെ വളരെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിനെ ഒരുമിച്ച് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മുടെ നേച്ചറിന്റെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ലോവർ ഗ്രൂപ്പുകളായിട്ടുള്ള മൈക്രോബ്സ്, ആൽഗെ, ഫംഗെ ആൻഡ് ആർക്കിഗോണിയറ്റ്സ്, അതായത് കുറച്ച് മൈക്രോ ഓർഗാനിസങ്ങളെ കുറിച്ചും അതുപോലെ ലോവർ പ്ലാന്റ് ഗ്രൂപ്പ്സിനെ കുറിച്ചുമാണ് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പ്ലാന്റ്സിനെ കുറിച്ചും ജീവികളെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ഓർഗാനിസിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാൻ പറ്റും. അവരുടെ ക്യാരക്ടേഴ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ പേപ്പറിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോ ആദ്യമായിട്ട് ഇതിന്റെ കണ്ടന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ 6 ബ്ലോക്കുകളാണ് ഈ പേപ്പറിന് ഉള്ളത്. ബ്ലോക്ക് 1 ഇസ് മൈക്രോബ്സ്, ബ്ലോക്ക് 2 ആൽഗെ, ബ്ലോക്ക് 3 ഫംഗൈ, ബ്ലോക്ക് 4 ബ്രയോഫൈറ്റ്സ്, ബ്ലോക്ക് 4 ബ്രയോഫൈറ്റ്സ്, ബ്ലോക്ക് 5 ടെറിഡോഫൈറ്റ്സ് ആൻഡ് ബ്ലോക്ക് 6 ഇസ് ജിംനോസ്പെർം. ഓക്കെ, ഇനി ഈ പേപ്പറിന്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് ഈ പേപ്പർ പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഈ പേപ്പർ പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് ഓരോ ജീവികളുടെയും സ്ട്രക്ചറിൽ, അതായത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള, അത് മൈക്രോസ്കോപ്പിലൂടെ മാത്രം അല്ലെങ്കിൽ അങ്ങനെ പോലും കാണാൻ സാധിക്കാത്ത ജീവികൾ മുതൽ വളരെ ഉയരവും അതുപോലെ തന്നെ വീതിയും വെയിറ്റും സൈസും ഒക്കെ ഉള്ള ജീവികളെ വരെ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. സോ അവരെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ജീവികളും ഓരോ സ്ഥലങ്ങളിൽ പല പല നമ്പേഴ്സിലാണ് കാണുന്നത്. ചില സ്ഥലങ്ങളിൽ കുറെ നമുക്ക് ആ ജീവിനെ കാണാൻ പറ്റും. അതിപ്പോ പ്ലാന്റ്സ് ആവാം, ആനിമൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് പക്ഷെ വേറെ സ്ഥലത്ത് അത് ഒരുപാട് കാണാൻ പറ്റും. ഒരുപാട് മനസ്സിലായോ? അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓരോ ജീവികളും എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്തത്, അതായത് എങ്ങനെ ഉണ്ടായി, അതായത് അതുപോലെ തന്നെ പണ്ട് ആ ഒറിജിനേറ്റ് ചെയ്ത പോലെ തന്നെ ആയിരിക്കില്ല ആ ജീവി ഇപ്പോൾ ഉള്ളത്. അതുപോലെ പല ജീവികളും ഇന്ന് നമുക്ക് കാണാനേ പറ്റുന്നില്ല. അപ്പൊ ആ എവല്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ ഓരോ ജീവികൾ തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോ അതെന്താണെന്നൊക്കെ നമുക്ക് ഈ പേപ്പറിലൂടെ പഠിക്കാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. എല്ലാ ജീവികളുടെയും ക്ലാസിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാനുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കണം. അതായത് ക്ലാസിഫിക്കേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. സോ ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ, ഒരു ഓർഗാനിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഫംഗ്ഷൻ ആണ് ബയോളജിക്കലി സ്പീക്കിംഗ് നമ്മൾ പറയുവാണെങ്കിൽ റിപ്രൊഡക്ഷൻ. കാരണം അവരുടെ യങ് ഓൺസിനെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് ഏതൊരു ഓർഗാനിസത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. സോ റിപ്രൊഡക്ഷൻ എന്തായാലും നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് എങ്ങനെയാണ് എക്കോസിസ്റ്റം, അതായത് നേച്ചറിനും അതുപോലെ തന്നെ മനുഷ്യർക്കും ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, അതുപോലെ നേച്ചറിനും എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മൾ പഠിക്കുന്ന പ്ലാന്റ് ഗ്രൂപ്പ്സ് ചെയ്യുന്നതെന്ന് പഠിക്കാനുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ
ഇവരുടെ ലൈഫ് സൈക്കിൾ, അതായത് ഈ ഓർഗാനിസംസ് ഉണ്ടായത് മുതൽ ഇവരുടെ ഡെത്ത് വരെയുള്ള ആ ഒരു ടൈം, അതിന് നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതായത് റീപ്രൊഡക്ഷൻ വരും, അതിനിടയ്ക്ക് ഇവരുടെ ജെർമിനേഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ലൈഫ് സൈക്കിൾസ് പഠിക്കാനുണ്ട്. പിന്നെ ഈ പേപ്പറിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ആർക്കിഗോണിയറ്റ്സ്. ആർക്കിഗോണിയറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാന്റ് ഗ്രൂപ്പ്സിന്റെ ഒരു പേരാണ്. അപ്പോൾ ഇവരെങ്ങനെ ലാൻഡ് പ്ലാന്റ്സ് ആയിട്ട് മാറി. അതായത് നമ്മൾ എവല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ലൈഫ് ഫോം ചെയ്തിട്ടുള്ളത് വെള്ളത്തിലാണെന്ന് പറയും. ഒരുപാട് സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു തിയറിയാണിത്. ഒരുപാട് തെളിവുകളും ഉണ്ട് അതിന്. ഓക്കെ, അപ്പോ ലൈഫ് ആദ്യമായിട്ട് വാട്ടറിൽ ഇവോൾവ് ആയി, എന്നിട്ട് പതുക്കെ അത് ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെ, അപ്പൊ പ്ലാന്റ്സും ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ലൈഫ് ഫോം അല്ലേ. ഈ ലൈഫ് ഫോം എങ്ങനെ പ്ലാന്റ്സ്, അക്വാട്ടിക് പ്ലാന്റ്സ് എങ്ങനെ ലാൻഡ് പ്ലാന്റ്സ് ആയിട്ട് മാറി, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആയിട്ട് മാറി. അപ്പോ ഈ ആദ്യത്തെ ലാൻഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും ലോവർ ഗ്രൂപ്പ് ആയിട്ടുള്ള ലാൻഡ് പ്ലാന്റ്സ് ആണ് ഈ ആർക്കിഗോണിയറ്റ്സ്. സോ ഇവരെങ്ങനെ ഈ ലാൻഡിലേക്ക് അഡാപ്റ്റഡ് ആയി, കാരണം വെള്ളത്തിൽ ജീവിക്കുന്ന അതേ ക്യാരക്ടേഴ്സ് അല്ല ലാൻഡിൽ ജീവിക്കാൻ ആവശ്യമുള്ളത്. സോ അതിനെക്കുറിച്ചും നമുക്ക് ഈ പേപ്പറിലൂടെ പഠിക്കാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബ്ലോക്കുകളെ കുറിച്ച് നോക്കാം. അതായത് ഓരോ ബ്ലോക്കുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 ബ്ലോക്കുകളുണ്ട്. ഓരോ ബ്ലോക്കുകളിലും എത്ര യൂണിറ്റുകൾ വരുന്നുണ്ട്, ഓരോ യൂണിറ്റിലും വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ മൈക്രോബ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 മൈക്രോബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് വൈറസും മറ്റത് ബാക്ടീരിയയും. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും വൈറസിനെ കുറിച്ചാണ്. ഫസ്റ്റ് യൂണിറ്റിൽ വൈറസിന്റെ ജനറൽ അക്കൗണ്ടും എക്കണോമിക് ഇമ്പോർട്ടൻസും പഠിക്കാനുണ്ട്. സെക്കൻഡ് യൂണിറ്റിൽ വൈറസിന്റെ റെപ്ലിക്കേഷൻ, ആൻഡ് തേർഡ് യൂണിറ്റിൽ ബാക്ടീരിയയുടെ ജനറൽ അക്കൗണ്ട് ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഫോർത്ത് യൂണിറ്റിൽ ബാക്ടീരിയയുടെ റിപ്രൊഡക്ഷൻ. സോ നമ്മൾ വൈറസും ബാക്ടീരിയ എന്താന്ന് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. വൈറസുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. വൈറസുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഇൻട്രാ സെല്ലുലാർ പാരാസൈറ്റ് ആണ്. നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി മാത്രമേ ഇവരെ കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പാണ്. അപ്പൊ അത്രയും നല്ലൊരു മൈക്രോസ്കോപ്പ് വെച്ച് മാത്രം കാണാൻ പറ്റുന്ന വളരെ ചെറിയ ഓർഗാനിസംസ് ആണ് വൈറസുകൾ. അതുപോലെ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള, ഒബ്ലിഗേറ്റ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവര് പാരാസൈറ്റ്സ് ആണ്, അതായത് രോഗം ഉണ്ടാക്കുന്ന ജീവികളാണ്. ഓക്കെ, പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ഒരു ഹോസ്റ്റ് സെല്ല്, പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ജീവിയിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഹോസ്റ്റ് സെൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വൈറസ് വളരെ ചെറിയ ജീവികളായതുകൊണ്ട് തന്നെ നമുക്ക് റിപ്രൊഡക്ഷൻ എന്നുള്ള വാക്ക് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, റെപ്ലിക്കേറ്റിന് ഉപയോഗിക്കാറുള്ളൂ. അതായത് ഒരു വൈറസ് പുതിയ പുതിയ വൈറസുകൾ ഉണ്ടാക്കുക, ആ പ്രോസസ്സാണ് റിപ്ലിക്കേഷൻ. സോ വൈറസിന്റെ റിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അതിനൊരു ഹോസ്റ്റ് സെൽ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് വൈറസ്. ഒരു വൈറസിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വൈറസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, കൊറോണ വൈറസിന്റെ ഫോട്ടോയാണത് അല്ലെ. നമ്മുടെ COVID-19 എന്നുള്ള അസുഖം ഉണ്ടാക്കിയിട്ടുള്ള കൊറോണ വൈറസിന്റെ ഫോട്ടോയാണത്. ആ വൈറസിനെ കുറിച്ചാണ് ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൊറോണ വൈറസ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ കുറെ വൈറസുകളിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് യൂണിറ്റിൽ വരുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ലിനെ നമ്മൾ യൂണിസെല്ലുലർ എന്നാണ് പറയുക. അതുപോലെ പ്രോക്യാരിയോട്സ് ആണ്. പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ കാരിയോട്ട് അല്ലെങ്കിൽ കാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. പ്രോയുടെ അർത്ഥം പ്രിമിറ്റീവ്, അതായത് പുരാതനമായ, പഴയതെന്നൊക്കെയാണ് അർത്ഥം. അതൊട്ടും ഡെവലപ്ഡ് അല്ലാത്ത ഇതിനെയാണ് നമ്മൾ പ്രോ എന്ന് വിളിക്കുക ബയോളജിയിൽ കേട്ടോ. സോ ആ പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ് ബാക്ടീരിയ. ഓക്കെ, അപ്പോ ഇവരുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബാക്കി 3-ാമത്തെയും 4-ാമത്തെയും യൂണിറ്റ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കും. അതായത് ഇവരുടെ ഗുണങ്ങളും പഠിക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും ദോഷങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പഠിക്കും. അപ്പൊ ദോഷങ്ങൾ എന്നുള്ള കാറ്റഗറിയിൽ വരാൻ പോകുന്നത് ഇവരുണ്ടാക്കുന്ന അസുഖങ്ങളായിരിക്കും കേട്ടോ പൊതുവെ. അപ്പോ വൈറസുകൾ ശരിക്കും നമ്മൾ ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ല ആലോചിക്കുക. വൈറസ് എപ്പോഴും അസുഖങ്ങൾ ഉണ്ടാക്കും, പക്ഷെ അവർക്കും കുറച്ച് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കുറച്ച് എക്കണോമിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് നമ്മുടെ വൈറസുകൾക്കുണ്ട് കേട്ടോ. സോ അത് നമുക്ക് യൂണിറ്റുകൾ പഠിക്കുമ്പോൾ നോക്കാം. ഇനി അടുത്ത ബ്ലോക്ക് ആൽഗേനെ കുറിച്ചാണ് പറയുന്നത്. സോ ആൽഗെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പായൽ എന്നൊക്കെ പറയും. അതായത് പച്ച കളറിൽ
എന്താ പറയാ വെള്ളമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കുളങ്ങളിലൊക്കെ പച്ച കളറായിട്ട് കാണാൻ പറ്റൂലേ? അതെന്ന് പറഞ്ഞാല് ശരിക്കും ആൽഗയാണ്. അതായത് ഒരു പ്ലാന്റ്സിന്റെ ഏറ്റവും പയനിയർ അല്ലെങ്കിൽ പൂർവികരാണ്, അല്ലെങ്കിൽ അതിന്റെ തുടക്കം ആയിട്ടുള്ള ഗ്രൂപ്പാണ് ആൽഗെ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ ആൽഗേനെ കുറിച്ചാണ് ഈ ബ്ലോക്ക് 2 പറയുന്നത്. 4 യൂണിറ്റുകൾ ഈ ബ്ലോക്ക് 2 ഉണ്ട്. യൂണിറ്റ് 5 എന്ന് പറഞ്ഞാൽ ആൽഗയുടെ ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ യൂണിറ്റ് 6 എന്ന് പറഞ്ഞാൽ ആൽഗയുടെ ഓർഗനൈസേഷൻ, റീപ്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ആൽഗയുടെ മോർഫോളജിയും ലൈഫ് സൈക്കിളാണ് യൂണിറ്റ് 7 പഠിക്കാനുള്ളത്. യൂണിറ്റ് 8 നമുക്ക് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആൽഗെ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള, അതായത് പ്ലാന്റ്സ് ആണല്ലോ, സോ അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് നമ്മൾ ഓട്ടോട്രോഫിക് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു താലോഫൈറ്റ്സും ആണ്. താലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ നമുക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അതിന് പകരം വേറെ പാർട്സ് ആണുള്ളത്. സോ ആ ശരീരത്തിന്റെ ഭാഗങ്ങളെ റൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? താലോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് റൂട്ട്സ്, സ്റ്റെം, ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഫറൻസിയേഷൻ ഇല്ല ശരീരഭാഗത്ത്. അതിനെയാണ് നമ്മൾ താലോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ആൽഗെ ഒരു താലോഫൈറ്റ് ആണ്. അടുത്തത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 നമുക്ക് പഠിക്കാനുള്ളത് ഫംഗസിനെ കുറിച്ചാണ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ ഹെട്രോട്രോഫ് ആണ്. അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയാത്ത ജീവികളെയാണ് ഹെട്രോട്രോഫ് എന്ന് വിളിക്കുക. നമ്മളൊക്കെ ഹെട്രോട്രോഫ് ആണ്. ഓക്കെ, അപ്പോൾ ഫംഗസ് ഒരു ഹെട്രോട്രോഫ് ആണ്. അപ്പോൾ ഫംഗസിന്റെ പ്രത്യേകത, ഇവർ യൂക്യാരിയോട്സ് ആണ്. അതായത് നമ്മുടെ ബാക്ടീരിയനെ പോലെയല്ല, ഇവർക്ക് ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതായത് ന്യൂക്ലിയസിന് ഒരു കവറിംഗ് ഉണ്ട്. ബാക്ടീരിയകൾക്ക് ആ കവറിംഗ് ഇല്ല. ഓക്കെ, അതായത് ന്യൂക്ലിയസിനുള്ളിൽ എന്തിരിക്കുന്നത്? ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് DNA ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇവരുടെ DNA ഇരിക്കുന്ന, അതായത് ക്രോമസോം ഇരിക്കുന്ന ന്യൂക്ലിയസിന് കവറിംഗ് ഉണ്ട്. മറ്റവർക്ക് ന്യൂക്ലിയസ് എന്നുള്ള സംഭവം ഇല്ല. അതാണ് വ്യത്യാസം യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും തമ്മിലുള്ളത്. സോ ഫംഗസ് യൂക്യാരിയോട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് വിചാരിച്ചിരുന്നു ഇവർ ശരിക്കും പ്ലാന്റ്സ് ആയിരുന്നു. എന്നിട്ട് ഇവരുടെ ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള എബിലിറ്റി പോയതിനു ശേഷം ഇവർ വേറൊരു ഗ്രൂപ്പായിട്ട് മാറി എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പോ നമ്മൾ ഫംഗസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് ആർക്കും ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവില്ല. അവരെല്ലാവരും ഹെട്രോട്രോഫ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് 3 നമുക്ക് 3 യൂണിറ്റുകൾ പഠിക്കാനുണ്ട് ഫംഗിനെ കുറിച്ച് അല്ലെങ്കിൽ ഫംഗസിനെ കുറിച്ച്. ഫംഗെ ഇൻട്രൊഡക്ഷൻ, ഫംഗെ ട്രൂ ഫംഗെ ആൻഡ് ഫംഗെ ലൈക്കൻ മൈക്കോറൈസ. ഓക്കെ, അപ്പോൾ ലൈക്കനും മൈക്കോറൈസ എന്നൊക്കെ പറഞ്ഞാൽ ഫംഗസും വേറെ ജീവികളും തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. ഇതൊക്കെ നമുക്ക് ആ യൂണിറ്റിൽ പഠിക്കാം. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ മുതലാണ് പ്രോപ്പർ ആയിട്ട് പ്ലാന്റ്സ് ഗ്രൂപ്പ് വരുന്നത് കേട്ടോ. ആൽഗെ ആക്ച്വലി പ്ലാന്റിന്റെ പൈനിയേഴ്സ് ആണ്, ബട്ട് ആൽഗെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഓക്കെ, ഇപ്പൊ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലാൻഡ് പ്ലാന്റ്സ് ആണ്. അതായത് ലാൻഡിൽ ആദ്യമായിട്ട് വളർന്നു തുടങ്ങിയ പ്ലാന്റ്സിനെയാണ് നമ്മൾ ബ്രയോഫൈറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആർക്കിഗോണിയറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ്സ്. അപ്പൊ ആർക്കിഗോണിയറ്റ്സ് എന്ന് പറഞ്ഞാലേ ഈ പ്ലാന്റ്സിന് സെക്സ് ഓർഗൻസ് ഉണ്ട്. അവരുടെ എന്താ പറയാ, ഫീമെയിൽ സെക്സ് ഓർഗനും മെയിൽ സെക്സ് ഓർഗനും. ഇതിന് സ്റ്റെറൈൽ കവറിംഗ് ഉണ്ടാവും. അങ്ങനെ കവറിംഗ് ഉള്ള ഓർഗൻസിനെയാണ് നമ്മൾ ആർക്കിഗോണിയൻസ് എന്ന് വിളിക്കുക. ബ്രയോഫൈറ്റ്സിന്റെ സെക്സ് ഓർഗൻസിന് കവറിംഗ് ഉണ്ട്, സ്റ്റെറൈൽ കവറിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ബ്ലോക്ക് 4 പഠിക്കുന്നത്. പിന്നെ അവര് നോൺ വാസ്കുലർ പ്ലാന്റ്സ് ആണ്. ഈ വാസ്കുലർ അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ സൈലോം ഫ്ലോയോം ഉള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ വാസ്കുലർ പ്ലാന്റ്സ് എന്ന് വിളിക്കുക. പക്ഷെ ബ്രയോഫൈറ്റ്സ് വളരെ ചെറിയ പ്ലാന്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും ഇല്ല, ഒരു ഡെവലപ്ഡ് ആയിട്ടുണ്ടായില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ നോൺ വാസ്കുലർ പ്ലാന്റ്സ് എന്ന് വിളിക്കും. ഇവരെ കുറിച്ചും 4 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ആർക്കിഗോണിയറ്റ്സ്, പിന്നെ ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞ് ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ ബ്രയോഫൈറ്റ്സിന്റെ ടൈപ്പ് സ്റ്റഡീസ്, അതായത് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ബ്രയോഫൈറ്റ്സ് പഠിക്കാനുണ്ട്. പിന്നെ അവരുടെ എക്കോളജി ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് ബ്ലോക്ക് 5 ആണ്. ബ്ലോക്ക് 5 നമ്മൾ അടുത്ത പ്ലാൻ ഗ്രൂപ്പ് ആയിട്ടുള്ള കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്കുലർ പ്ലാന്റ്സ് ആണ്. ഇപ്പൊ വാസ്കുലർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലോം ഫ്ലോയോ ഒക്കെ ഉള്ള പ്ലാന്റ്സ്. ആക്ച്വലി സൈലം ആൻഡ് ഫ്ലോയം എന്താണ്? പ്ലാന്റ്സിന്റെ വാട്ടർ കണ്ടക്ഷനും അതുപോലെ ഫുഡ് ആൻഡ് മിനറൽ കണ്ടക്ഷനും വേണ്ടിയിട്ടുള്ള ടിഷ്യൂസ് ആണ് സൈലോം ഫ്ലോയോ. അപ്പൊ ഇതെല്ലാം പ്ലാന്റ്സ് ആണ് വാസ്കുലർ പ്ലാന്റ്സ്. അപ്പൊ ടെറിഡോഫൈറ്റ്സിലാണ് നമുക്ക് ആദ്യമായിട്ട് വാസ്കുലർ ടിഷ്യൂസ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവര് മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രക്കിയോഫൈറ്റ്സ് ആണ്. അതായത് ട്രക്കീറ്റ്സ് എന്ന് പറയുന്ന ഇതൊക്കെയുള്ള ഗ്രൂപ്പാണ് ഈ ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇതിൽ 3 യൂണിറ്റ്സ് പഠിക്കാനുണ്ട് നമുക്ക്. ടെറിഡോഫൈറ്റ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, ടെറിഡോഫൈറ്റ്സ് ടൈപ്പ് സ്റ്റഡീസ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് എവല്യൂഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബ്ലോക്ക് 6 ആണ്. അത് ജിംനോസ്പേംസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സീഡ് പ്ലാന്റ്സിനെ നമ്മൾ സ്പെർമാറ്റോഫൈറ്റ്സ് എന്ന് വിളിക്കും.
അതിൽ 2 ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇപ്പൊ ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ നേക്കഡ് സീഡ് ബിയറിംഗ് പ്ലാന്റ്സ് ആണ്. അതായത് അവർക്ക് സീഡ്സ് ഉണ്ട്, പക്ഷെ നമ്മള് ശരിക്കും സീഡ് എവിടെയാണ് കാണപ്പെടുന്നത്? ഫ്രൂട്ടിന്റെ ഉള്ളിലല്ലേ. പക്ഷെ ഇവർക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു കവറിങ് ഇല്ല. ഓക്കെ, അപ്പൊ ഇതും 4 ബ്ലോക്സ് ഉണ്ട് ഇവിടെ. ജിംനോസ്പേംസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്. പിന്നെ 2 ജിംനോസ്പേംസ് ആണ്, സൈക്കസും പൈനസും. അവരെ കുറിച്ച് പഠിക്കുന്ന ഓരോ ബ്ലോക്ക് വെച്ചുണ്ട്. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ആൻജിയോസ്പേംസ് എന്നുള്ള ഏറ്റവും ഹയർ പ്ലാന്റ് ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ പേപ്പറിൽ പഠിക്കാനില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ 6 ബ്ലോക്കുകളായിട്ട് പഠിക്കാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കോഴ്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാം. താങ്ക് യു.